ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ആൻഡ് ട്രാവൽ. കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ വീഡിയോ റൊസല്ല ഫ്രൂട്ട് വളർത്തുന്നതിനും കുറിച്ചും അതിൻ്റെ ഹാർവസ്റ്റിങ്ങും അതിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. ഇത്തവണത്തെ ഞങ്ങളുടെ വീഡിയോ റൊസല്ല ഫ്രൂട്ട് കൊണ്ട് ജാം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. റൊസല്ല ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ജാമാണ്, നല്ല കളർഫുൾ ടേസ്റ്റി യമ്മി ജാമാണ്. ഓസ്ട്രേലിയൻസിൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ജാമാണ് റൊസല്ല. നമ്മുടെ ബാക്ക്യാർഡിൽ വളർത്തിയിട്ട് നമ്മൾ 100% ഓർഗാനിക്കലി നമുക്ക് ഉണ്ടാക്കാവുന്ന ആണ് റൊസല്ല ജാം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് കൺസിഡർ ചെയ്യണേ. പ്ലീസ് സപ്പോർട്ട് അസ്. ഇതിപ്പോൾ റൊസല്ല ഹാർവസ്റ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ ആയിട്ട്. ഇത് ഇനിയിപ്പോൾ നെക്സ്റ്റായിട്ട് ഒരു 5 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് ഇതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് വെച്ച് ഇതിൻ്റെ അല്ലി വേർതിരിച്ചെടുക്കണം. ഫ്യൂ മിനിറ്റ്സ് നമുക്കിത് വെള്ളത്തിലിട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് അല്ലി പൊളിച്ചെടുക്കാം. അതായത് വളരെ ഈസിയാണ് ഇതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ സീഡ് പോഡാണിത്. ഇത് നമ്മൾ സമയത്ത് പറിച്ചില്ലെങ്കിൽ ഇതിനകത്താണ് ഇത് സീഡ് വെണ്ടയ്ക്കയില പോലത്തെ കുരു പോലെ ഉണ്ടാകുന്നത്. അപ്പോൾ സീഡ് പോഡ് സെപ്പറേറ്റ് ചെയ്യുക. ഈ സീഡ് പോഡിൽ നിന്നാണ് നമ്മൾ റൊസല്ല ജാം ഉണ്ടാക്കാനുള്ള പെക്റ്റിൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ വേവിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുക. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അരിച്ചെടുത്ത് അത് ഇതിനകത്ത് ചേർത്ത് വേവിച്ച് ജാം ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ റൊസല്ല ഫ്രൂട്ടെല്ലാം തിരിച്ചു, സീഡ് പോഡ് തിരിച്ചു. അതിൻ്റെ അഴുക്കെല്ലാം വെള്ളത്തിലിട്ട് ചെയ്ത് കാരണം അതിൻ്റെ അഴുക്കെല്ലാം മാറി കിട്ടി. ഇനിയിപ്പോൾ ഫ്രൂട്ട് സെപ്പറേറ്റ് ചെയ്ത് സീഡ് പോഡും അത് സെപ്പറേറ്റ് ആണ് കുക്ക് ചെയ്യേണ്ടത്. സീഡ് പോഡ് കുക്ക് ചെയ്തിട്ട് അരിച്ചെടുത്ത് ഇതിനകത്തിട്ടിട്ട് നമ്മൾ വേവിക്കുകയാണ് പഞ്ചസാരയും ചേർത്ത്. നമുക്കതിലേക്കും പോകാം. സീഡ് പോഡ് നമ്മൾ അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾക്ക് ഫ്യൂ മിനിറ്റ്സ് നമ്മളത് വേവിക്കുകയാണ്. നമ്മൾ ഇത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സിമ്മി വെച്ച് ഒരു 20 മിനിറ്റ്സ് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ലിക്വിഡ് നല്ല കുഴകുഴാന്ന് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അരിച്ചെടുത്ത് മറ്റേതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിനി ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ റൊസല്ല ഫ്രൂട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത് നെഗൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് ഇപ്പോൾ ഇത്രയും റൊസല്ലയിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി അവസാനം ആകുമ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഇത് പോരെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ബോയിൽഡ് വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കാരണം ഫൈനൽ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻസി റൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത് ബോയിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ സീഡ് പോഡ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിച്ച് ഇതിനായിട്ട് ചേർക്കും, പഞ്ചസാരയും ചേർക്കും. ഇപ്പോൾ റൊസല്ല ഫ്രൂട്ട് നല്ലോണം വെന്ത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. നല്ല എന്ത് ബ്രൈറ്റ് കളറാണ്, ബ്രൈറ്റ് റെഡ് കളറാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാൻ പോകണം. വൈറ്റ് ഷുഗറാണ് ചേർക്കുന്നത്. ഏത് ജാമിലും വൈറ്റ് ഷുഗറാണ് ചേർക്കുന്നത്. പക്ഷേ റൊസല്ല ജാമിൽ മാത്രം നിങ്ങൾക്ക് റോ ഷുഗർ വേണമെങ്കിൽ ചേർക്കും. കാരണം ഈ ഫ്രൂട്ട് അത്രയും കളർഫുൾ റെഡ് ആയതുകൊണ്ട് ഇതിൽ വേണമെങ്കിൽ റോ ഷുഗർ ചേർക്കാവുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ജാമും ഉണ്ടാക്കുന്നതിനകത്തും വൈറ്റ് ഷുഗറാണ് ചേർക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതിന് കളറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഞാൻ വൈറ്റ് ഷുഗറാണ് ചേർക്കുന്നത്. 1 കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്.
ബ്ലെൻഡഡ് മിക്സർ പിന്നെയും സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കോൺസ്റ്റൻ്റ്ലി നമ്മളിത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 30 to 45 മിനിറ്റ്സ് ഇത് നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ട് സ്റ്റൗവിൽ വെച്ചുകൊണ്ട് സിമ്മിൽ വെച്ച് നമ്മളത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് വന്നിട്ട് പിന്നെ നമ്മൾ ഡിസൈഡ് കൺസിസ്റ്റൻസി ഒരു ജാം നമ്മൾ ഇത് നമ്മൾ ഒരു ചെറിയൊരു ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ജാമിൻ്റെ ഒരു ഇത് ആ പരുവത്തിലേക്ക് അത് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിലേക്ക് വരിക. അപ്പോൾ ആ ഒരു പരുവത്തിനനുസരിച്ച് നമ്മൾ കൺസിസ്റ്റൻസി ആക്കി എടുക്കുവാണ് നമ്മൾ. ഈ മിക്സർ ബ്ലെൻഡ് ചെയ്തത് റൊസല്ല വേവിച്ച് കഴിയുമ്പോൾ ഫ്രൂട്ട് തന്നെ വേവിച്ച് കഴിയുമ്പോൾ അവിടെ ബ്ലെൻഡ് ചെയ്യാട്ടോ. കൂടുതൽ എല്ലാവരും അവിടെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ഷുഗറും നമ്മുടെ റൊസല്ല പോട്ട്സ് വേവിച്ചതിൻ്റെ ഇതും കൂടെ അരിച്ചെടുത്തിട്ട് ചെയ്യുന്നത് ബ്ലെൻഡഡ് മിക്സറിലേക്കാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് ഈസി പ്രോസസ്സ് ഇത് എനിക്കായിട്ട് തോന്നി. അതുകൊണ്ട് എല്ലാം ചേർത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തത്. അത് പേഴ്സണൽ ചോയ്സാണ് എപ്പോൾ ബ്ലെൻഡ് ചെയ്യണമെന്നുള്ളത്. ഇതായപ്പോൾ നമ്മുടെ റൊസല്ല ജാം ഫിനിഷ് ആയിരിക്കുവാണ്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇത് ലിക്വിഡ് പക്ഷേ എന്നാൽ ഒത്തിരി ലിക്വിഡ് അല്ല. ഇത് കണ്ടോ, നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പം ഇതിങ്ങനെ ഒഴുകാതെ ഒരു ജെല്ല് പരുവത്തിൽ, അതാണ് നമ്മുടെ ഡിസൈഡ് കൺസിസ്റ്റൻസി. അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ജെല്ലി പരുവത്തിൽ ആകും. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് പരുവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന ബോട്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൂൾ ഡൗൺ ചെയ്ത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുവാണ്. അപ്പോൾ ഈ ലിക്വിഡ് പരുവത്തിൽ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മുടെ റൊസല്ല ജാം ഉണ്ടാക്കിയത് ഒരു ബോട്ടിലിൽ എടുത്തിട്ട് പിന്നെ ബാക്കി ഇത്ര എന്നുള്ളത് നമ്മൾ ഒരു ബൗളിലാക്കി. ഇനിയിപ്പോൾ ഇത് കൂൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നല്ല സീൽഡ് ആയത് കാരണം വെളിയിൽ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്താലും ഒരു കുഴപ്പമില്ല. കടയിലൊക്കെ സീൽഡ് ബോട്ടിലല്ലേ എത്രയോ മാസങ്ങൾ വർഷങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നവരെ നമ്മുടെ ഷെൽഫിലിരിക്കുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മൾ സ്റ്റെറിലൈസ്ഡ് ബോട്ടിലായിരിക്കണം. നല്ല ബോട്ടിൽ നല്ലോണം സീൽ ചെയ്യണം. ഇത്രേ പ്രശ്നമുള്ളൂ. പിന്നെ നമുക്ക് തണുപ്പിച്ചിട്ട് നമ്മൾ ടോസ്റ്റിലോ ബ്രെഡിലോ എല്ലാം അപ്ലൈ ചെയ്യാൻ നമുക്കതാണ് താല്പര്യമെങ്കിൽ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക. പിന്നെ നോർമലി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണല്ലോ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. റൊസല്ല ജാം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് ഓർക്കണേ. Thank you very much for watching. Bye bye.